ഇപ്പോൾ കാഠിന്യം മനസ്സിലാക്കി തൂക്കുകയർ വരെ പോവാമെങ്കിലും കിട്ടിയതിലത്തേക്ക് ഞങ്ങൾ ഒരു പരിധിവരെ തൃപ്തരാണ്. എങ്കിലും ആശങ്ക എന്ന് വെച്ചാൽ 10 പേരെ വെറുതെ വിട്ട് 10 പേരെ ഈ കുറ്റത്തിൽ പങ്കാളികളായ 10 പേർ പുറത്തു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഇവിടെ ആശങ്കയാണ്. കാരണം അവർ രക്ഷപ്പെട്ടു, അവർക്ക് ഇനി എന്ത് ചെയ്യാം, അവർക്ക് ഒന്നും പ്രശ്നങ്ങളില്ല. എത്ര തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗം ഇവർ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ, CK ശ്രീധരനായാലും അതുപോലെ സർക്കാരും. അപ്പോൾ അതിൽ നിന്ന് ഇനി എത്ര തന്നെ നമ്മൾ വിഷമിച്ചാലും, എത്ര ത്യാഗം സഹിച്ചാലും, എത്ര സമ്പത്ത് നഷ്ടപ്പെട്ടാലും ഞങ്ങൾ ഈ പ്രതികളെ തടങ്കലിലാക്കും വരെ പൊരുതും. അതിന് യാതൊരു സംശയമില്ല. അതിനുവേണ്ടി ഹൈക്കോടതി വരെ ഞങ്ങൾ പോകും. അതിന് എല്ലാ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെയും, കോൺഗ്രസ് പ്രസ്ഥാനം, UDFൻ്റെയും നല്ലവരായ നാട്ടുകാരുടെയും എല്ലാം സന്മനസ്സുള്ള ഒരു വലിയൊരു സമൂഹം കേരളത്തിൽ നമ്മൾ പിന്നിൽ ഉറപ്പുണ്ട്. ആ ഒരു ആത്മധൈര്യത്തോടും ആ ഒരു ചങ്കുറപ്പോടെ ഞങ്ങൾ മുമ്പോട്ട് പോകും. അവരെ തടങ്കലിലടക്കും വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും. MP പറഞ്ഞതുപോലെ അത് തുടരന്വേഷണമെങ്കിൽ ആരെങ്കിലും പുറത്ത് ബാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും അത് കൃത്യമായി നമ്മുടെ നിയമജ്ഞരുമായി ആലോചിച്ച്, നമ്മുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി ആലോചിച്ച് നിയമവശത്തു കൂടി എങ്ങനെ നമുക്ക് മുന്നേറാം, ഏത് വിധത്തിലാണ് നമ്മൾക്ക് അവരെ പൂട്ടാൻ പറ്റും എന്നുള്ള രീതിക്ക് ചിന്തിച്ച് ആലോചിച്ചുറച്ച് എല്ലാ തീരുമാനങ്ങളും ഒരുമിച്ച് ചേർത്തും കൊണ്ട് എല്ലാവർക്കും വേണ്ടുന്ന വിധത്തിലുള്ള ഒരു വിധിയായിരിക്കും, നമ്മൾ അന്വേഷണമായിരിക്കും നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ജീവിതം തന്നെ ഞാൻ പറയാം, നമ്മൾക്കെല്ലാം മക്കളെ നഷ്ടപ്പെട്ട നമ്മൾക്ക് അതിനൊന്നുമില്ല, ആസ്വദിക്കാനില്ല, സന്തോഷിക്കാനില്ല, ഒന്നുമില്ല. ഒരു മരപ്പാവ് പോലെ ഇങ്ങനെ കഴിയാവുന്നല്ലോ. അതിനിടയിൽ ഇതുപോലെ ക്രൂരകൃത്യം ചെയ്ത ഇവർക്ക് എത്ര കണ്ട് നമുക്ക് ശിക്ഷ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് ഇതിന്റെ നാട്ടിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാം, അത് മാത്രമേ നമുക്ക് ചിന്തയുള്ളൂ. അത് നമ്മൾ ചെയ്യും. ഈ മുൻ MLA കുഞ്ഞിരാമൻ അടക്കം 4 പേർക്ക് 5 വർഷം തടവാണ് ശിക്ഷിക്കുന്നത്. കുറഞ്ഞുപോയി എന്നുള്ള അഭിപ്രായം അല്ല, കുറഞ്ഞുപോയി. പക്ഷേ ഈ ഗൂഢാലോചന എന്നുള്ളൊരു വകുപ്പ് ചേർത്തില്ലെങ്കിലും പ്രതികളെ രക്ഷപ്പെടുത്താൻ അയാൾ മെനക്കെട്ടിട്ടുണ്ടല്ലോ. രക്ഷപ്പെടുത്താൻ അവരെ തുനിഞ്ഞത് മാത്രമല്ല, കൃത്യമായി ഇവിടെ കൊല ചെയ്ത് പോകുന്ന സമയത്ത് വെളുത്തോളി എന്ന സ്ഥലത്ത് യുതുമയിലുള്ള കുഞ്ഞിരാമൻ വന്നാട്ട് വീട്ടിൽ താമസിക്കുന്നുണ്ട്. കാരണം എല്ലാ കണക്ഷനും കൊണ്ട് ഇന്ന സ്ഥലത്തേക്ക് വരും. അവിടെ തെളിഞ്ഞ് നശിപ്പിക്കാൻ ആൾക്കാർ അവിടെ തന്നെയുണ്ട്. അവിടെ നിന്ന് കൂട്ടിപ്പോയി ഇവരെ പൊയിനാച്ചി എന്നുള്ള പാർട്ടി ഓഫീസിൽ പോയി ഇവരെ അവിടെ താമസിപ്പിച്ചു. ഇതിനൊക്കെ ആൾക്കാരുണ്ട്. അതിൽ കൃത്യമായ ആ ഗൂഢാലോചന കുറ്റം ചുമത്തിയില്ല, അത് നമുക്ക് തെളിയിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമേ നമുക്ക് അതിൽ പരാതിയുള്ളൂ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് വിധിപ്പകർപ്പ് കിട്ടുമ്പോൾ ഇവിടെ പാളിച്ചകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് കൃത്യമായ ഇതിൻ്റെ തെളിവുകൾ ഇനിയും ഈ 6 വർഷമായിട്ടും ഈ അന്വേഷണം തുടങ്ങുമ്പോൾ 4 വർഷം കഴിഞ്ഞു CBI അന്വേഷണം തുടങ്ങുമ്പോൾ. ഈ 4 വർഷം അന്വേഷണം തുടങ്ങുമ്പോൾ തെളിവ് എത്ര നശിപ്പിച്ചാലും ഇവർക്ക് ശിക്ഷ കിട്ടാനുള്ള നമ്മളെ പ്രവർത്തനം മുമ്പോട്ട് പോയി അത് സാധിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കി പുറത്തു നിൽക്കുന്ന എല്ലാ പ്രതികൾക്കും, ഈ കൊലയാളികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും. അത് ഈ കേരളത്തോട് ചെയ്യുന്ന ഏറ്റവും ഗുണപരമായ കാര്യമായിരിക്കും നമ്മുടെ ഈ പ്രവർത്തനം. ഇതുപോലെ എത്രയോ പാപങ്ങൾ ഒന്നും തുമ്പും ഇല്ലാതെ കണ്ട് ഇങ്ങനെ കൊന്നിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരുപാട് ക്രിമിനൽ നാട്ടിൽ വസിക്കുന്നുണ്ട്. അതിന് ഇട കൊടുക്കാത്ത വിധം നമ്മൾ പ്രവർത്തനം മുമ്പോട്ട് പോകും.